ഹലോ. സോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ്. സോ ഫസ്റ്റ് നിങ്ങൾക്കറിയാം ഇലക്ട്രിക് കറണ്ട് കാണാൻ ഇക്വേഷൻ Q ബൈ ടി ആണ്, ചാർജ് ബൈ ടൈം. n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ NE ബൈ ടി ആണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം ഇൻസ്റ്റന്റനിയസ് വാല്യൂ കാണാൻ DQ ബൈ ഡി ടി യൂസ് ചെയ്യണം എന്നറിയാം. ഈ വാല്യൂസ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾക്കറിയാം ഓംസ്ലോന്റെ ഇക്വേഷൻ എന്താ? V = IR ആണ്. ഓമിക് കണ്ടക്ടേഴ്സിന് V വേഴ്സസ് I ഗ്രാഫ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അടുത്തതാണ് ഇലക്ട്രിക് റെസിസ്റ്റൻസ്. R = എന്താ? V ബൈ I. സോ R = റോ L ബൈ A. പഠിച്ചിട്ടില്ലേ? ലെങ്ത്തുമായിട്ട് ഡയറക്ട്ലി ആണ്, ഏരിയയുമായിട്ട് ഇൻവേഴ്സ്ലി ആണ്. ഓക്കെ, അതേപോലെ സ്പെസിഫിക് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് റെസിസ്റ്റിവിറ്റി ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത് ആൻഡ് ഏരിയ. ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ. പഠിച്ചിട്ടില്ലേ? എന്താ റെസിസ്റ്റിവിറ്റിന്റെ ഇക്വേഷൻ? RA ബൈ L അഥവാ റോയൽ ബൈ എ ആണ് റെസിസ്റ്റൻസ്. അപ്പൊ തിരിച്ചിട്ടാൽ RA ബൈ L ആവും. സോ അത് നമ്മൾ മൈക്രോസ്കോപ്പിക് ആയിട്ട് എഴുതിയാൽ M/N² ടോ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം സ്പെസിഫിക് റെസിസ്റ്റൻസ് സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ദാറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി എന്നറിയാം. NE² ടോ ബൈ M ആയിരിക്കും. നിങ്ങൾക്കറിയാം ദ വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ എന്താ? J = സിഗ്മ E. ദിസ് ഈസ് ദ വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ. ഇതാണ് നമ്മുടെ ഓംസ് ലോന്റെ വെക്റ്റർ ഫോം. അറിയുന്നല്ലേ? യെസ്. അടുത്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ പറയുന്നത്. ഡയറക്ഷൻ ആവുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് EE ബൈ M ഇൻറ്റു ടോ. അല്ലെങ്കിൽ E= എന്താ? വോൾട്ടേജ് ബൈ ലെങ്ത് ആണ്. അപ്പൊ വോൾട്ടേജിന്റെ ടേമിലേക്ക് മാറ്റിയാൽ EV ബൈ ML ഇൻറ്റു ടോ ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? യെസ്. അടുത്താണ് മൊബിലിറ്റി. മൊബിലിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. സോ E ടോ ബൈ M ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്. അടുത്താണ് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. I = NEAVD അല്ലെങ്കിൽ നീ എവിടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? NEAVD ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അടുത്ത കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി എന്താ? കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു I ബൈ A ആണ്. I ബൈ A. കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു I ബൈ A ആണ്. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ അല്ലേ? യെസ്. അപ്പോ ഇവിടുന്ന് I ബൈ A എടുത്താൽ കറണ്ട് ഡെൻസിറ്റി എടുത്താൽ പിന്നെ ആരാ ബാക്കി ഉണ്ടാവുക? NEVD അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. NEVD ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് കറണ്ട് ഡെൻസിറ്റി. നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R = R0 into 1 plus alpha into initial temperature minus reference temperature അല്ലേ? യെസ്, ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. യെസ്. അടുത്തതാണ് ഇലക്ട്രിക്കൽ എനർജി. നിങ്ങൾക്കറിയാം H = I²RT, H = V²T/R, H = VIT. അത് ഇലക്ട്രിക്കൽ പവർ ആണെങ്കിലോ പവർ T ഒഴിവാക്കിയാൽ മതി. I²R V²/R VI അല്ലേ? ഇനി റെസിസ്റ്റൻസിന്റെ കോമ്പിനേഷൻസ് അറിയില്ലേ? സീരീസ് റെസിസ്റ്റൻസ് ആണെങ്കിൽ R = R1 plus R2 plus R3 plus etc ആണ്. അതിൽ N ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് സീരീസ് ആണെങ്കിൽ NR വരും. ഈ സീരീസ് ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കിട്ടുക അല്ലേ? യെസ്. നെക്സ്റ്റ് പാരലൽ കോമ്പിനേഷൻ ആകുമ്പോഴോ 1/R = 1/R1 plus 1/R2 plus 1/R3 plus etc. അത് N ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ R ബൈ N എന്ന് വരും. ഒന്നിന്റെ റെസിസ്റ്റൻസ് ബൈ നമ്പർ ഓഫ് റെസിസ്റ്റൻസസ് അല്ലേ? യെസ്. ഇനി സ്പ്ലിറ്റിംഗ് ഓഫ് കറണ്ട് ഇൻ പാരലൽ കോമ്പിനേഷൻ പഠിക്കണം. കറണ്ട് പാരലലി സ്പ്ലിറ്റ് ആവല് റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് റേഷ്യോയിലാണ്. അപ്പൊ I1:I2 എന്തായിരിക്കും? 1/R1 1/R2 ആയിരിക്കും. ഇൻവേഴ്സ് റേഷ്യോ ഓഫ് കറണ്ടിലാണ് എന്ത് ചെയ്യുക? ടോട്ടൽ കറണ്ട് സ്പ്ലിറ്റ് ആവുക. പക്ഷെ അവിടെ രണ്ട് റെസിസ്റ്റൻസ്, ഈ പാരലൽ കോമ്പിനേഷനിലെ രണ്ട് റെസിസ്റ്റൻസും ഐഡന്റിക്കൽ ആണെങ്കിൽ നമ്മളെ കറണ്ട് സ്പ്ലിറ്റിംഗ് എങ്ങനെയൊക്കെ നേരെ പകുതിയായിട്ടായിരിക്കും. ഇപ്പൊ ഇവിടെ 4 ആംപിയർ ആണ് വന്നെങ്കിൽ ഇങ്ങോട്ട് 2 പോവും, ഇങ്ങോട്ട് 2 പോവും. എപ്പോ? ഈ രണ്ട് റെസിസ്റ്റൻസുകളും ഈക്വൽ ആകുമ്പോൾ. അതൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അറിയാവുന്നല്ലടാ? യെസ്. ഇനി നിങ്ങൾക്ക് അറിയാം EMF ഓഫ് എ സെല്ലും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സെല്ലും. എന്താ EMF ഓഫ് എ സെൽ എന്ന് പറഞ്ഞാൽ? The total potential difference across the cell when no current is drawn from the cell, that is circuit is open. നമ്മൾ ആ സെല്ലിൽ നിന്ന് കറണ്ട് എടുക്കാത്ത സമയത്ത് ആ സെല്ലിനിടയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? EMF ഓഫ് ദ സെൽ അല്ലേ? യെസ്. വാട്ട് ഈസ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്?
the potential difference across the cell when current is drawn from the cell, that is circuit is closed. സർക്യൂട്ടിന് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്താൽ അവിടുന്ന് കറണ്ട് നമ്മൾ ഡ്രോൺ ചെയ്ത് തുടങ്ങും. അങ്ങനെ സെല്ലിൽ നിന്ന് കറണ്ട് ഡ്രോൺ ചെയ്ത് തുടങ്ങുമ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് എന്ത് വിളിക്കുക? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സെൽ എന്ന് നമ്മൾ വിളിക്കുക എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? യെസ്. നിങ്ങൾക്ക് അറിയാം റിലേഷൻ ബിറ്റ്വീൻ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ എം എഫ് ആൻഡ് ഇന്നർ റെസിസ്റ്റൻസ്. നിങ്ങൾക്ക് അറിയാം V is equal to E minus IR ആണ് അല്ലെ? അതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇന്നർ റെസിസ്റ്റൻസ് എന്ത് കിട്ടും? സ്മോൾ r ഈക്വൽ ടു ക്യാപിറ്റൽ R ഇൻറ്റു E ബൈ V മൈനസ് 1 എന്ന് കിട്ടും അല്ലെ? യെസ്. I is equal എന്ത് വരും? ടോട്ടൽ കറണ്ട്. എടാ ടോട്ടൽ കറണ്ട് എന്താവും? ടോട്ടൽ ഇ എം എഫ് ബൈ രണ്ട് റെസിസ്റ്റൻസ്, ഇന്റർ റെസിസ്റ്റൻസും ഉണ്ടാവും എക്സ്റ്റേർ റെസിസ്റ്റൻസും ഉണ്ടാവും. അപ്പൊ എന്താവും? സ്മോൾ ആർ പ്ലസ് ക്യാപിറ്റൽ ആർ ആവും. ഈക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലടാ, സെറ്റ് അല്ലേ? യെസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, V is equal to I ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളിൽ കിട്ടില്ല, ടോട്ടൽ റെസിസ്റ്ററിലാണ് എക്സ്റ്റേൺ റെസിസ്റ്റൻസ്. അപ്പൊ അവിടുത്തെ വോൾട്ടേജ് ഈക്വൽ ടു അവിടുത്തെ കറണ്ടിന്റെ റെസിസ്റ്റൻസിന് എഴുതാം അല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തതാണ് ഷോർട്ട് സർക്യൂട്ട് ഓഫ് എ സെൽ. ഒരു സെല്ല് ഷോർട്ട് സർക്യൂട്ട് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? അതിന് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവൂല. ആ സമയത്താണ് നമുക്ക് ആ സെല്ലിൽ നിന്ന് മാക്സിമം കറന്റ് ഡ്രോൺ ചെയ്യാൻ പറ്റുക. കാരണം എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇല്ല, ഓപ്പോസിഷൻ ഇല്ല. അപ്പൊ കറന്റ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പോൾ ഉള്ള കറന്റ് കാണാൻ ഇക്വേഷൻ എന്താ? മാക്സിമം കറന്റ് E ബൈ സ്മോൾ ആർ മാത്രമേ ഉള്ളൂ, ഇന്റർ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് വേണ്ട. അപ്പൊ എന്താവും? ഇ എം എഫ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓൺലി. അതാണ് നമുക്കൊരു സെല്ലിൽ നിന്ന് എടുക്കാൻ കഴിയാവുന്ന മാക്സിമം കറന്റ് ഡ്രോൺ ഫ്രം ദ സെൽ. ഓക്കെ. അപ്പൊ അത് നമ്മോട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ ഇ എം എഫ്? നമ്മളെ NCERT ബാക്കിലൊക്കെ ഉണ്ട്, ഒരു ഇ എം എഫും തന്നു ഇന്റർ റെസിസ്റ്റൻസും തന്നു, എന്നിട്ട് ആ സെല്ലിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം കറന്റ് ചോദിച്ചാൽ അതെന്താണ്? E ബൈ സ്മോൾ ആർ ആണ്, ബിക്കോസ് ദാറ്റ് ഈസ് ഇൻ ഷോർട്ട് സർക്യൂട്ട് അല്ലേ? യെസ്. അടുത്തതാണ് ചാർജിങ് ഓഫ് എ സെൽ. നമ്മൾ ഒരു സെല്ല് യൂസ് ചെയ്തിട്ട് ആ മറ്റൊരു സെല്ലിനെ ചാർജ് ചെയ്യാണ്. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ക്യാപിറ്റൽ E എന്ന് പറയുന്ന സെല്ലിനെ ഞാൻ എന്ത് ചെയ്യാണ്? ചാർജ് ചെയ്യാണ്. അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ആ സെല്ലിലേക്ക് കറണ്ട് വരികയാണ് അല്ലെ? അപ്പൊ ആ സെല്ല് റിസീവ് ചെയ്യാണ് കറണ്ടിനെ. ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സെല്ല് കറണ്ടിനെ റിസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ സെല്ലിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുള്ള പരിപാടി എന്താ? E പ്ലസ് ഐ ആർ ആണ്, E മൈനസ് അല്ല. നമ്മൾ ശരിക്കും E മൈനസ് ഐ ആർ വരാം, അതിന് കറണ്ട് എടുക്കുന്ന സമയത്താ. ഇവിടെ നമ്മൾ ആ സെല്ലിലേക്ക് കറണ്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ക്യാപിറ്റൽ E എന്ന് പറയുന്ന ഈ സെല്ലിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ വരിക? നമ്മൾ കൊടുത്ത കറണ്ട് പ്ലസ് I ഇൻറ്റു ഇന്റർ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ V is equal എന്തായി? E പ്ലസ് I ഇൻറ്റു സ്മോൾ ആർ ആയി. അത് മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ. അടുത്തതാണ് കോമ്പിനേഷൻ ഓഫ് സെൽ. സെല്ലുകളുടെ കോമ്പിനേഷൻ ഉണ്ട്, സീരീസ് കോമ്പിനേഷൻ ഉണ്ട്, പാരലൽ കോമ്പിനേഷൻ ഉണ്ട്. ആ സീരീസിൽ രണ്ട് കോമ്പിനേഷൻ ഉണ്ട്. ഒന്നാമത്താണ് സീരീസിലെ റൈറ്റ് കോമ്പിനേഷൻ. റൈറ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സെല്ലിനെയും ഒരേ രീതിയിൽ കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒന്നാമത്തെ സെല്ലിന്റെ നെഗറ്റീവ് പോകുന്നത് രണ്ടാമത്തെ സെല്ലിന്റെ പോസിറ്റീവിലേക്കാണെങ്കിൽ അതെന്താണ്? റൈറ്റ് കോമ്പിനേഷൻ ആണ്. ഓക്കെ. അങ്ങനെ വരുമ്പോൾ നെറ്റ് ഇ എം എഫ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ട് ഇ എം എഫുകളും ആഡ് ചെയ്യണം. നെറ്റ് റെസിസ്റ്റൻസ് കാണാൻ രണ്ട് റെസിസ്റ്റൻസുകളും ആഡ് ചെയ്യണം, ബിക്കോസ് ദാറ്റ് ഇൻ സീരീസ്. സീരീസ് ആകുമ്പോൾ രണ്ട് റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? അടുത്തതാണ് സീരീസ് റോങ് കോമ്പിനേഷൻ. റോങ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇ എം എഫിനെ തല തിരിച്ചിട്ടായിരിക്കും. ഇവിടെ നോക്കി നിങ്ങൾ, രണ്ടും ഒരേപോലെ നോക്കി, ഇത് കണക്ട് ചെയ്തതിന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ E2നെ കണക്ട് ചെയ്തിട്ടുള്ളത്. അഥവാ രണ്ടിന്റെയും ഒരേ പൊളാരിറ്റീസ് തമ്മിൽ കോണ്ടാക്ട് വരികയാണെങ്കിൽ അത് റോങ് കോമ്പിനേഷൻ ആണ്. റോങ് കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ നെറ്റ് ഇ എം എഫ് കാണാൻ എന്ത് ചെയ്യണം? വലിയ ഇ എം എഫ് ചെറുത് എന്ത് ചെയ്യണം? കുറക്കണം. അപ്പൊ ഇവിടുത്തെ കറണ്ടിന്റെ ഡയറക്ഷൻ വലിയ ഇ എം എഫ് ഉള്ള സെല്ലിൽ നിന്ന് പുറത്തു വരുന്ന പോലെ ആയിരിക്കും അല്ലെ? യെസ്. നെറ്റ് റെസിസ്റ്റൻസ് ആകുമ്പോൾ അവിടെയും നമ്മൾ ഇന്റർ റെസിസ്റ്റൻസുകൾ ആഡ് ചെയ്യണം. കാരണം എന്താ? അവിടെ അത് സീരീസ് ആകുമ്പോൾ ആഡ് ചെയ്യാം. അവിടെ പിന്നെ കണക്ഷൻ ഒന്നുമില്ല. സീരീസ് കോമ്പിനേഷൻ ആണോ? റെസിസ്റ്റൻസുകൾ തമ്മിൽ ആഡ് ചെയ്യപ്പെടണം. അവിടെ പിന്നെ വേറെ പ്രത്യേകത ഒന്നുമില്ല. അപ്പൊ നെറ്റ് റെസിസ്റ്റൻസ് എന്ത് വരും? R1 പ്ലസ് R2 എന്ന് വരും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അടുത്തതാണ് N ഐഡന്റിക്കൽ സെൽ സീരീസ്. ഒരേ ഇ എം എഫും ഒരേ ഇന്റേണൽ റെസിസ്റ്റൻസും ഉള്ള N ഐഡന്റിക്കൽ സെൽസ് സീരീസ് ആയാൽ ടോട്ടൽ ഇ എം എഫ് എന്താവും? N ഇൻറ്റു ഒരു സെല്ലിന്റെ ഇ എം എഫ് ആവും. ടോട്ടൽ റെസിസ്റ്റൻസ് എന്താവും? N ഇൻറ്റു ടോട്ടൽ ഒരു ഇ എം എഫ് അല്ല, ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആവും അല്ലേ? യെസ്. ഇനി N ഐഡന്റിക്കൽ സെൽസ് പാരലൽ ആണെങ്കിലോ ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന്റെ ഇ എം എഫ് വരുള്ളൂ. കാരണം എന്താ? പാരലലിൽ എല്ലാ ആളുകളുടെയും ഇ എം എഫ് സെയിം ആണെങ്കിൽ ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇ എം എഫ് കിട്ടുള്ളൂ. കാരണം അവിടെ ഈക്വൽ വോൾട്ടേജ് ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് പറഞ്ഞാൽ ഒന്നിന്റെ വോൾട്ടേജ് ആയിരിക്കും എപ്പോ? എല്ലാം ഐഡന്റിക്കൽ ആണെങ്കിൽ. ക്ലിയർ അല്ലേ? എങ്ങനെ നമ്മൾ നെറ്റ് ഇന്റർ റെസിസ്റ്റൻസ് കാണുക?
ക്യാപിറ്റൽ ആർ ബൈ എൻ എടുക്കണം നമ്മൾ. ക്യാപിറ്റൽ ആർ സോറി ഒന്നിന്റെ റെസിസ്റ്റൻസ് ബൈ എൻ എടുക്കണം. ഓക്കെ, യെസ്. അടുത്തതാണ് കിർച്ചോഫ് ലോ. നിങ്ങൾക്കറിയാം കിർച്ചോഫ് ഫസ്റ്റ് ലോ ഓർ ജംഗ്ഷൻ ലോ എന്താണ്? ദ ടോട്ടൽ കറന്റ് അറ്റ് ദ ജംഗ്ഷൻ ഈക്വൽ ടു 0. ജംഗ്ഷനിലെ ടോട്ടൽ കറന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ടോട്ടൽ കറന്റ് എൻറ്ററിങ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് ലീവിങ്. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് അല്ലേ? ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിനെ ബേസ് ചെയ്താണ്. വാട്ട് ഈസ് ലൂപ്പ് റൂൾ? ടോട്ടൽ EMF across all circuit element equal to എന്താണ്? 0 ആണ്. ടോട്ടൽ EMF across all circuit element equal to 0. സിഗ്മ IR equal to സിഗ്മ E. That means ടോട്ടൽ എല്ലാം കൂടി കൂട്ടിയാൽ 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലേടാ? യെസ്. അടുത്താണ് വീസ്റ്റൺ ബ്രിഡ്ജ്. നിങ്ങൾക്കറിയാം വാട്ട് ഈസ് ദ ബാലൻസിങ് കണ്ടീഷൻ ഓഫ് വീസ്റ്റൺ ബ്രിഡ്ജ്? P by Q is equal to R by S. This is the balancing condition. അല്ലേ? അങ്ങനെ ബാലൻസിങ് കണ്ടീഷൻ ആയാൽ പിന്നെ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഇത് രണ്ടും സീരീസ്, ഇത് രണ്ടും സീരീസ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും കൂടെ പാരലൽ ആക്കി എടുക്കും അല്ലേ? P സീരീസ് ടു Q. നിങ്ങൾക്ക് അറിയാവുന്നല്ലടാ, പിയും ക്യൂവും സീരീസ്, ആറും എസും സീരീസ്, പിന്നെ രണ്ടും എന്താക്കി എടുക്കണം? പാരലൽ ആക്കി എടുക്കണം. ഇനി മീറ്റർ ബ്രിഡ്ജ് ആകുമ്പോഴോ? മീറ്റർ ബ്രിഡ്ജിന്റെ ഫിഗർ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മല്ലേടാ? മീറ്റർ ബ്രിഡ്ജ് ആകുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ? ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ടാവും അല്ലേ? ഇത് P, ഇത് R, ദിസ്. സോ ഇവിടെ L, ഇവിടെ 100 മൈനസ് L. അപ്പൊ എന്താവും? R ബൈ S ഈക്വൽ ടു L ബൈ 100 മൈനസ് L വരും അല്ലേ? അങ്ങനെ നമുക്ക് ഏതാണോ അത് കാണാൻ പറ്റും. ദാറ്റ് ഈസ് മീറ്റർ ബ്രിഡ്ജ് അല്ലേ? സോ ഇത്രയുമാണ് നമുക്ക് കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ന്യൂമറിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ്. ഇതിന്റെ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കി വെക്കുക. ഓക്കെ, സോ ഓക്കേടാ, ബൈ. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം.